ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. മാവ് ഫെർമെൻറ്റേഷന് വയ്ക്കാതെയും ഈസ്റ്റ് ഒന്നും ചേർക്കാതെയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ ദോശ നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റായിട്ടും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മാവൊക്കെ ഫെർമെൻ്റാക്കി തയ്യാറാക്കിയെടുക്കുന്ന ഉഴുന്ന് ദോശയുടെ അതേ ടേസ്റ്റിലൊക്കെയാണ് നമുക്കിത് ലഭിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇൻസ്റ്റൻറ്റ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ദോശ തയ്യാറാക്കുന്നതിനായി അരിയും ചെറുപയറും ആദ്യം നമുക്ക് കുതിരാനായി ഇടണം. ഞാൻ 1/2 ഗ്ലാസ് പച്ചരി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ബൗളിലോട്ട് അതിൻ്റെ ഇരട്ടി, അതായത് 1 ഗ്ലാസ് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഞാൻ രാവിലെയാണ് ദോശ തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തലേ ദിവസം രാത്രിയാണ് പച്ചരിയും ചെറുപയറും എല്ലാം കുതിരാനായി ഇടുന്നത്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ പച്ചരിയും ചെറുപയറും എല്ലാം നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പകലൊക്കെയാണ് ദോശ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഒരു 4-5 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാകും. ഇത് രണ്ടും കൂടി നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് ഒന്നുകൂടി നന്നായി കഴുകിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കിതൊന്നുകൂടി നന്നായി കഴുകിയെടുത്ത് അരയ്ക്കാനായി മാറ്റി വയ്ക്കാം. ഞാൻ ഈ ചെറുപയർ പച്ചരി മിക്സ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം. ചെറിയ ജീരകത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചമുളകിൻ്റെ ഒക്കെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഇതിലൂടെ കൂടെ വേറെ കറിയൊന്നുമില്ലെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കാവുന്നതാണ്. വീട്ടിൽ കുട്ടികളൊന്നും കഴിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളകിന് പകരം 3 എണ്ണമോ 4 എണ്ണമോ ഒക്കെ ചേർക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കുക. നമ്മുടെ ഇഡ്ഡലി ദോശ മാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം അരിഞ്ഞ് കിട്ടാൻ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ മാവ് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് അരച്ചെടുക്കുന്നതിനായിട്ട്. നമുക്കിനി ഇപ്പോൾ തന്നെ ദോശ ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. വേണമെങ്കിൽ ഫെർമെൻറ്റ് ചെയ്ത ശേഷവും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി വരുമ്പോൾ മാവ് ഒഴിച്ച് നമ്മുടെ ഉഴുന്ന് ദോശയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ചൂട് വല്ലാതെ കൂടിപ്പോകരുത്. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം ഒരു പാതി വെന്ത ശേഷം നിങ്ങൾക്ക് നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഓയിലൊന്നും തൂവി കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ഇരുമ്പിൻ്റെയൊക്കെ ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓയിൽ പുരട്ടിയ ശേഷം മാവ് ഒഴിച്ച് കൊടുക്കണേ. നോൺ സ്റ്റിക്ക് തവയിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നന്നായി വേവിച്ചെടുക്കാം. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന പരുവമാകുമ്പോൾ നമുക്ക് എടുക്കാം. വീണ്ടും അടുത്ത ദോശ പാരുന്നതിന് മുന്നേ ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു തുണി കൊണ്ടോ ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് മാത്രമേ അടുത്ത തവി മാവ് ഒഴിക്കാവൂ. കണ്ടില്ലേ, നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പിയായ ദോശയാണ് നമുക്ക് റെഡിയായി കിട്ടുക. സാധാരണ ഉഴുന്ന് ദോശയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഉഴുന്നിൻ്റെ ഒരു കുത്തുന്ന സ്മെല്ലും ടേസ്റ്റൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ കുത്തുന്ന ടേസ്റ്റൊന്നും ഇല്ല. എല്ലാവരും വീട്ടിലിതുപോലെ ഇൻസ്റ്റൻറ്റ് ദോശ തയ്യാറാക്കി എടുക്കണേ. സാധാരണ നമുക്ക് ഉഴുന്ന് ദോശയൊക്കെ തയ്യാറാക്കി എടുക്കാൻ തലേ ദിവസം രാവിലെ തന്നെ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലേ നടക്കുകയുള്ളൂ. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. സാധാരണ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന നീർദോശയുടെക്കാളും എത്രയോ ഹെൽത്തിയാണ് ചെറുപയർ ചേർത്തിട്ടുള്ള ഈ ദോശ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നല്ല പുളിയുള്ള തക്കാളിക്കറിയോ തക്കാളി ചട്നിയൊക്കെയാണ് നല്ല കോമ്പിനേഷൻ. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടാൻ മറക്കരുതേ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്